Hello, my dear students. In the class 7th ഫസ്റ്റ് ചാപ്റ്റർ മാ കഹ ഏക് കഹാനിയാണ് റീഡ് ചെയ്യാൻ പോണത്. ഈ ലെസണിൽ ഗൗതം ബുദ്ധൻ്റെ വൈഫ് യശോധര ഗൗതം ബുദ്ധൻ്റെ മകനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മകൻ നിർബന്ധിക്കുകയാണ്, അമ്മ എനിക്കൊരു കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോൾ യശോധര ഒരു കഥ മോനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയിൽ സ്വന്തം അച്ഛൻ ഗൗതം ബുദ്ധ് എങ്ങനെയാണ് ഒരു സ്വാനിനെ രക്ഷിക്കുന്നത്, ആ കഥയാണ് ഇവിടെ ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയമാണ്, നമുക്ക് വായിച്ചു നോക്കാം. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒരു പോയമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ, മാ കഹേ കഹാനി ബേട്ട സമജ് ലിയ ക്യാ തൂനെ മുജ്കോ അപ്നി നാനി. അപ്പോൾ അമ്മയോട് മകൻ പറയണം, അമ്മ എനിക്കൊരു കഥ കേൾപ്പിച്ചു തരൂ. മാ കെഹ എ കഹാനി, കെഹ മീൻസ് കെഹന, പറഞ്ഞു തരൂ, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അപ്പോൾ അമ്മ പറയാണ്, ബേട്ട മോനെ, സമജ് ലിയ ക്യാ തൂനെ, നീ എന്താ എന്നെ ഒരു അമ്മൂമ്മ, നിൻ്റെ അമ്മയുടെ അമ്മൂമ്മയായിട്ടാണോ എന്നെ കരുതിയിരിക്കുന്നത്? സമജ് ലിയ മീൻസ് ധരിക്കുക, കരുതിയിരിക്കുക അങ്ങനെ. നാനി മീൻസ് മെറ്റേർണൽ ഗ്രാൻഡ് മദർ, അമ്മൂമ്മ. സാധാരണ അമ്മൂമ്മമാരാണല്ലോ കഥയും ഒക്കെ പറഞ്ഞു കൊടുക്കുക പേരക്കുട്ടികൾക്ക്. അപ്പോൾ മോൻ അമ്മോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പറയുന്നതാണ്, നീ എന്താ എന്നെ അമ്മൂമ്മയായിട്ടാണോ വിചാരിച്ചിരിക്കുന്നത്? कहती है मुझसे यह चेटी, तू मेरी नानी की बेटी, कह माँ कह लेटी ही लेटी. कहती है मुझसे ये ചേട്ടി. ചേട്ടി മീൻസ് ഇവിടെ സെർവൻറ്റിനെ പറയുന്നതാണ്, ദാസി. എന്നോട് ഈ ദാസി പറയുന്നു, കെഹത്തി മുജ്സെ യഹ്, ഈ ദാസി പറയുന്നു, തു മേരി നാനി കി ബേട്ടി, നിങ്ങൾ എൻ്റെ അമ്മൂമ്മയുടെ മകളാണ്. അമ്മ എന്ന് പറഞ്ഞ അമ്മൂമ്മയുടെ മകളാണല്ലോ, അങ്ങനെ. നാനി അമ്മൂമ്മ, ബേട്ടി മകള്. കഹ് മാ കഹ് ലേട്ടി ഹി, ലേട്ടി ഹി ലേട്ടി മീൻസ് കിടന്നുകൊണ്ട്, ലേട്ടന കിടക്കുക, കിടന്നുകൊണ്ട് തന്നെ കഥ പറഞ്ഞു തന്നാൽ മതി. രാജാഥായ റാണി, രാജാഥായ റാണി മാ കഹ എ കഹാനി. ആ സ്റ്റോറിയിൽ രാജാവാണോ അതോ റാണിയാണോ, റാണിയുടെ സ്റ്റോറിയാണോ രാജാവിൻ്റെ സ്റ്റോറിയാണോ? മാ കഹ, ഒരു കഥ പറഞ്ഞു തരൂ അമ്മേ. തൂ ഹേ ഹട്ടീസ് മാൻ ധൻ മേരെ, സുന ഉപവൻ മേ ബഡേ സബേരെ, താത് ഭ്രമൺ കർത്തേ ഥേ തേരെ. തൂ ഹേ ഹട്ടീസ്, മാൻധൻ എന്ന് പറഞ്ഞാൽ, ഹട്ടി എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന. മാൻധൻ മീൻസ് അഭിമാനം, പ്രൗഡ്. നീ എൻ്റെ വാശി പിടിക്കുന്ന അഭിമാനമുള്ളൊരു മോനാണ്. പിന്നെ യശോധര കഥ പറയാൻ തുടങ്ങുകയാണേ. അപ്പോൾ സുൻ, കേൾക്ക്, ഉപവന്മേ ബഡേ സവേരെ, ഗാർഡനിൽ ഏർലി മോർണിംഗിൽ, താത്ത് ഭ്രമൺ കർത്തേ തേ തേരെ, താത്ത് മീൻസ് ഫാദർ, നിൻ്റെ ഫാദർ, തേരെ ഭ്രമൺ കർത്തെ, ഭ്രമൺ കർത്തെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കില്ല, നമ്മൾ ഗാർഡനിൽ അങ്ങോട്ട് നടക്കില്ലേ, ഭ്രമൺ കർത്തത്തെ, വാക്കിംഗ് അറൗണ്ട്. എന്നും രാവിലെ എണീറ്റ് ഗാർഡനിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിരുന്നു. അപ്പോൾ സ്വന്തം അച്ഛൻ്റെ കഥയാണ് കേട്ടോ ഇനി പറഞ്ഞു വരുന്നത്. ജഹാ സുരഭി മൻമാനി, ജഹാ സുരഭി മൻമാനി, ഹാ മാ യഹി കഹാനി. എവിടെയാണോ സുഗന്ധം സ്വന്തം ഇഷ്ടപ്രകാരം പരന്നുകൊണ്ടേയിരിക്കുന്നത്. മൻമാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, സുരഭി മീൻസ് സുഗന്ധം. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ മോൻ ചോദിക്കുകയാണ്, ഈ സുഗന്ധം പരന്നുകൊണ്ടിരിക്കുന്നതാണോ? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് സെക്കൻഡ് ലൈൻ. മോൻ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കഥയാണ് കേൾക്കേണ്ടത്. മോൻ അമ്മയോട് പറയണു, എനിക്ക് ഈ കഥ തന്നെ കേട്ടാൽ മതി. യഹി കഹാനി, ഇതേ കഥ. വർണ്ണ വർണ്ണ കെ ഫൂൽ ഖിലേ ഥേ, ഝൽമൽ കർ ഹിം ബിന്ദു ഝിലേ ഥേ. വർണ്ണവർണ്ണം മീൻസ് ഡിഫറെൻറ്റ് കളേഴ്സ്, വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഖിലേഥേ വിരിയ, അതായത് ആ ഗാർഡനിൽ കുറേ കളർഫുൾ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഝൽമൽ എന്ന് പറഞ്ഞാൽ ജിൽമെൽ, ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതിനെയാണ് ജിൽമെൽ എന്ന് പറയുന്നത്. ഷൈനിങ് അപ്പിയറൻസ് എന്ന് പറയാം നമുക്ക്. പിന്നെ ഹിമബിന്ദു മീൻസ് സ്നോ ഡ്രോപ്സിനെയാണ് പറയുന്നത്. ജിലെ മീൻസ് ലേക്സ്, തണുപ്പത്ത് ലേക്കിൻ്റെ ഉള്ളിൽ ഈ സ്നോ ഡ്രോപ്സ് ഇങ്ങനെ നന്നായി ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹൽക്കെ ഝോക്കെ ഹിലെ മിലേ ഥേ, ഹൽക്കെ ഝോക്കെ മീൻസ് ജെൻറ്റൽ ബ്രീസ്, ഹിലെ മിലേ ഥേ സ്വെയ്ഡ് ആൻഡ് മിങ്കിൾഡ്. അപ്പോൾ ഹൽക്കെ ഝോക്കെ എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, ചെറിയ കാറ്റ്. ഹിലെ മിലേ ഥേ മീൻസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹിലെ, ഹിൽന മീൻസ് ഇളകുക, മിൽന മീൻസ് കൂടിച്ചേരുക, അതായത് ചെറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഈ പോയറ്റ് മുഴുവൻ നേച്ചേഴ്സ് ബ്യൂട്ടിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലഹരാത്ത ഥാ പാനി, ലഹരാത്ത ഥാ പാനി, हाँ हाँ यही कहानी. ലഹരാത്ത ഥാ പാനി മീൻസ് വാട്ടർ വാസ് വേവിങ്.
അമ്മ പറഞ്ഞു വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അലകളാണ് ലഹ്റാന, അലകൾ ഇങ്ങനെ വേവ്സ്. അപ്പോൾ മോൻ ചോദിക്കുകയാണ് വേവ്സ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ഹാ മാ യഹി കഹാനി, എനിക്ക് ഈ കഥ തന്നെയാണ് കേൾക്കേണ്ടത്. ഗാത്തെ ഥേ ഖഗ് കൽ കൽ സ്വർ സേ. ഗാത്തെ മീൻസ് സിംഗിങ്, ഖഗ് മീൻസ് ബേർഡ്സ്. കൽ കൽ എന്ന് പറഞ്ഞൊരു സൗണ്ട്, ബേർഡ്സ് സിംഗ് ചെയ്യുന്ന സൗണ്ടാണ് സ്വർ, സൗണ്ട്. അപ്പോൾ ബേർഡ്സ് ഇങ്ങനെ കൽ കൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പാടുന്നുണ്ടായിരുന്നു. സഹസ ഏക് ഹൻസ് ഊപ്പർ സെ ഗിര. സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഏക് ഹൻസ് ഒരു ഹംസം, ഊപ്പർ സെ മോളിന്ന്, ഗിര വീണു, മോളിന്ന് പെട്ടെന്നൊരു ഹംസം വീണു. ബിദ് ഹോക്കർ ഖർ ഷർ സേ. ബിദ് ഹോക്കർ മീൻസ് ഘായൽ ഹോക്കർ, ഇഞ്ചേർഡ് ആയിട്ടാണ് വീണത്. എങ്ങനെയാണ്? ഖർ ഷർ സേ, ഒരു ഷാർപ്പ് എയറോ കാരണം മുറിഞ്ഞിട്ട് ഇഞ്ചേർഡ് ആയിട്ടാണ് മോളിന്ന് താഴേക്ക് വീണിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ സ്വാൻ ഇങ്ങനെ മുകളിൽ ഇഞ്ചേർഡ് ആയിട്ട് മുന്നിലേക്ക് വീഴുന്നത്. ഹുയി പക്ഷി കി ഹാനി, ഹുയി പക്ഷി കി ഹാനി, കരുണ ഭരി കഹാനി. പക്ഷി മീൻസ് പക്ഷി, ബേർഡ്, ഹാനി മീൻസ് ഹാംഡ്. അമ്മ പറയാണ് ആ പക്ഷിക്ക് മുറിവേറ്റു. അപ്പോൾ മകൻ ചോദിക്കുകയാണ് ആ പക്ഷിക്ക് മുറിവേറ്റു? കരുണാഭരി കഹാനി, എ സ്റ്റോറി ഫുൾ ഓഫ് പിറ്റി. അപ്പോൾ മോൻ പറയാണ് അയ്യോ പാവം, വെരി സാഡ്ഫുൾ സ്റ്റോറി, വിഷമം നിറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ചോക്ക് ഉനോനെ ഉസെ ഉഠായ, നയാ ജന്മ സാ ഉസ്നെ പായ. ചോക്ക്, ചോക്ന സ്റ്റാർട്ടൾഡ്, ഉഠായ മീൻസ് എടുക്കുക. അപ്പോൾ അച്ഛൻ ഞെട്ടിയിട്ട് ആ സ്വാനിനെ കയ്യിലെടുത്തു. അപ്പോൾ ആ പക്ഷിക്ക് ഒരു പുതിയ ജന്മം കിട്ടിയ പോലെ തോന്നി. നയാ ജന്മം, പുതിയ ജന്മം. പക്ഷെ എന്തുണ്ടായതിന് ശേഷം ഇത്തനെയുമേ ആഖേട്ടക് ആയ. ആഖേട്ടക് മീൻസ് ഷിക്കാരി, ഹണ്ടർ. പെട്ടെന്നൊരു അതിനെ ഹണ്ട് ചെയ്ത് വീഴ്ത്തിയ ആ ഹണ്ടർ അവിടെ എത്തി. ലക്ഷ്യസിദ്ധി കാ മാനി, ലക്ഷ്യസിദ്ധി കാ മാനി, കോമൽ കഠിൻ കഹാനി. ലക്ഷ്യസിദ്ധി എന്ന് പറഞ്ഞാൽ ഗോൾ അച്ചീവ് ചെയ്യുക. ആ ഹണ്ടർ വിചാരിച്ച പോലെ ആ ഉന്നം ശരിക്ക് കൊണ്ട് ആളുടെ ഗോൾ അച്ചീവ് ചെയ്തല്ലോ, അതാണ് അവിടെ പറയുന്നത്. ലക്ഷ്യം അച്ചീവ് ചെയ്ത ആ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയാണ് ആ ഹണ്ടർ അവിടേക്ക് വരുന്നത്. അത് കേട്ട് മോൻ വീണ്ടും ചോദിക്കുകയാണ് ലക്ഷ്യസിദ്ധി കി മാനി, കോമൽ കഠിൻ കഹാനി. കോമൽ കഠിൻ, സോഫ്റ്റ് ആൻഡ് ഹാർഡ് സ്റ്റോറി. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. मांगा उसने आहत पक्षी, तेरे तात किंतु थे रक्षी. मांगा मीन्स मांगना, आस्ट. आहत पक्षी, wounded bird. तात father, किंतु but. रक्षी, രക്ഷകൻ, പ്രൊട്ടക്ടർ. എന്നിട്ട് ആ ഹണ്ടർ വന്നിട്ട് ഈ അച്ഛനോട് ചോദിക്കുകയാണ് ആ പക്ഷി എനിക്ക് തരൂ, ഞാനാണല്ലോ വീഴ്ത്തിയത്. പക്ഷേ ഒരു പ്രൊട്ടക്ടറായിട്ട്, ഒരു ലൈഫ് സേവറായിട്ടാണ് അച്ഛൻ അവിടെ നിന്നത്. തബ് ഉസ്നെ ജോ ഥാ ഖഗ് ഭക്ഷി. ഖഗ് ഭക്ഷി മീൻസ് ബേർഡ് ഈറ്റർ, ഇങ്ങനെ കിളികളെയൊക്കെ കൊന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. തബ് ഉസ്നെ, അപ്പോൾ അയാൾ ഈ ബേർഡ് ഈറ്റർ വന്നു. എന്നിട്ട് ഹട്ട് കർനെ കി ഠാനി. ഹട്ട് കർനെ കി ഠാനി, ഹട്ട് കർണ മീൻസ് നമ്മൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുക, നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഹണ്ടർ വന്നിട്ട് അയാളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അത് എൻ്റെ പക്ഷിയാണ്. ഠാനി മീൻസ് മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ എന്തായാലും അത് നേടിയെടുക്കും എന്നുള്ളത് മീൻസ് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ആൾ വന്നത് അവിടെ. അബ ബഡ് ചലി കഹാനി. ബഡ് ചലി മുന്നോട്ട് പോയി. ഇപ്പോഴാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഹുവാ വിവാദ് സദയ നിർദയ മേ, ഉഭയ ആഗ്രഹി ഥേ സ്വ വിഷയ മേ. സദയ ആൻഡ് നിർദയ, കൈൻഡ് ആൻഡ് മെർസിലെസ്. സദയ ദയുള്ള ആളും ദയയില്ലാത്ത ആളും, നിർദയ. വിവാദ്, ആർഗ്യുമെൻറ്റ്, ഡിസ്പ്യൂട്ട്. അപ്പോൾ അവിടെ ആ ഡിസ്പ്യൂട്ട് അവിടെ തുടങ്ങി. ദയയും ദയയില്ലാത്ത ആളും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തുടങ്ങി. ഉഭയ ആഗ്രഹീത്തെ, ബോത്ത് വർ ഇൻസിസ്റ്റൻറ്റ്, അതായത് രണ്ടു പേരും സ്റ്റേൺ ആയി നിൽക്കുകയായിരുന്നു. സ്വവിഷയമേ, സ്വന്തം വിഷയത്തിൽ. സ്വവിഷയം മീൻസ് സ്വന്തം വിഷയം. ഗൈ ബാത്ത് തബ് ന്യായാലയമേ. ന്യായാലയ മീൻസ് കോർട്ട്. അപ്പോൾ അതിന് ശേഷം ആ വിഷയം കോർട്ട് വരെ എത്തി. सुनी सभी ने जानी, सुनी सभी ने जानी, വ്യാപക് हुई കഹാനി. എവ്രി വൺ ഹേർഡ് ആൻഡ് എവ്രി വൺ ന്യൂ. എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും കേട്ടു. സുനി കേൾക്ക്, ജാനി മനസ്സിലായി, വ്യാപക് ഹുയി കഹാനി. ദ സ്റ്റോറി സ്പ്രെഡ് വൈഡ്ലി. കഥ എല്ലായിടത്തും പാട്ടായി. വ്യാപക് ഹുയി സ്പ്രെഡായി. രാഹുൽ തു നിർണയ കർ ഇസ്കാ, ന്യായ പക്ഷ ലേതാ ഹെ കിസ്കാ. എന്നിട്ട് അമ്മ മോനോട് ചോദിക്കുകയാണ് രാഹുൽ
തൂ നിർണയ കർ, നീ ഇതിൻ്റെ ഡിസിഷൻ എടുക്കുക ഈ ഒരു സിറ്റുവേഷൻ്റെ. ന്യായ പക്ഷ ലേത്താ ഹെ കിസ്ക, നീ ആരുടെ പക്ഷം എടുക്കും? ആരുടെ ഭാഗത്താണ് ന്യായം? നീ ആണെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് അമ്മ ചോദിക്കണം മോനോട്. കെഹദേ നിർഭയ ജയ് ഹോ ജിസ്ക, പേടിയില്ലാതെ, നിർഭയ പേടിയില്ലാതെ നീ അതിൻ്റെ ഉത്തരം പറയണം. ആരാണ് ജയിക്കേണ്ടത്? ജയ് ഹോ ജിസ്ക, ജയ് ഹോ ആരാണ് ജയിക്കേണ്ടത്? സുൻ ലോ തേരി ബാനി മാ മേരി ക്യാ ബാനി. അപ്പോൾ അമ്മ മോനോട് പറയാണ്, ബാനി മീൻസ് വാക്കുകൾ, ഞാൻ നിൻ്റെ വാക്കുകളും കേൾക്കട്ടെ. അപ്പം മകൻ പറയാം, മാ മേരി ക്യാ ബാനി, എൻ്റെ എന്ത് വാക്കുകൾ, ഞാൻ കഥ കേൾക്കുകയല്ലേ. മേ സുൻ റഹാ കഹാനി, ഞാൻ കഥ വെറും കേൾക്കുകയല്ലേ. कोई निरपराध को मारे तो क्यों अन्य उसे ना उबारे? उबारे मीन्स टू സേവ്. ഇഫ് സമ്മൺ കിൽസ് ആൻ ഇന്നസെൻറ്റ്, മോൻ ചോദിക്കുകയാണ് അമ്മടുത്ത്, ആരെങ്കിലും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയെ കൊന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മറ്റു ആൾക്കാർക്ക് അതിനെ രക്ഷിച്ചൂടാ? രക്ഷക് പർ ഭക്ഷക് കോ വാരേ, ദ പ്രൊട്ടക്ടർ ഷുഡ് ബി ഫേവർഡ് ഓവർ ദ പ്രിഡേറ്റർ. ഭക്ഷക് പ്രിഡേറ്റർ ആണ്, രക്ഷക് ഇസ് ദ പ്രൊട്ടക്ടർ. അപ്പോൾ ഈ എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു രക്ഷകനെയാണ്, ഒരു പ്രൊട്ടക്ടറെയാണ്. അതായത് ഒരു രക്ഷകനാണ് ഭക്ഷകനെക്കാട്ടിലും വലുത്. ന്യായ ദയാകാദാനി, ന്യായ ദയാകാദാനി, ന്യായ മീൻസ് ജസ്റ്റിസ്, ദയ മീൻസ് മേഴ്സി. ഒരാൾ അഥവാ നീതി നടപ്പിലാക്കുകയാണെങ്കിൽ അയാൾ മെയിനായിട്ട് ഈ ദയ എന്ന ഭാവം ഇൻവോൾവ് ചെയ്തിട്ട് വേണം ജസ്റ്റിസ് നമ്മുടെ ഡിസിഷൻ എടുക്കാൻ. ദാനി ഹിയർ, ദാനി മീൻസ് ദാൻ ദേനേവാല, ദാനി. എന്നിട്ട് മോൻ വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, ന്യായ് ദയാകാദാനി, അപ്പോൾ അങ്ങനെയാണോ വേണ്ടത്? ന്യായം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ദയ ഉൾക്കൊണ്ടിട്ട് വേണോ നടപ്പിലാക്കാൻ? തൂനെ കുനി കഹാനി. അപ്പം അമ്മ പറയാണ്, നീ ഈ കഥ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കഥയിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ജസ്റ്റിസ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു ദയനീയ അവസ്ഥ കൂടിയും കണക്കിലാക്കിയിട്ട് വേണം അത് ഡിസിഷൻ പറയാൻ. അപ്പോൾ അതാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ദയ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ്ങിൽ വേണം. ഇത്രയും നല്ലൊരു പോയം എഴുതിയിരിക്കുന്നത് മൈഥിലി ശരൺ ഗുപ്ത്. ഇനി നമുക്ക് ലേഖക പരിചയം കൂടി നോക്കാം. മൈഥിലി ശരൺ ഗുപ്തജിയുടെ വേറൊരു കാവ്യകൃതിയുണ്ട്, യശോധര. അതിലത്തെ ഒരു പാർട്ടാണ് ഈ പോയം മാ കഹേ കഹാനി. അങ്ങേരെ ജനനം ഝാൻസിയിൽ, ഉത്തർപ്രദേശ് ചിറഗാവിലാണ് ആയിരിക്കുന്നത്. അങ്ങേര് 15 ഇയേഴ്സിൽ തന്നെ ഈ പോയമും റൈറ്റിംഗ് ഒക്കെ തുടങ്ങി. ഫസ്റ്റിലൊക്കെ ബ്രജ് ഭാഷയിലാണ് എഴുതിയിരുന്നത്, പിന്നെ ഹിന്ദി ഭാഷയിൽ എഴുതി തുടങ്ങി. ഈ സ്വതന്ത്രതാ ആന്തോലൻ സമയത്ത് മൈഥിലിജിയുടെ കുറേ കവിതകളും കൃതികളും ഒക്കെ ദേശപ്രേം കി ഭാവന പഠാൻ ജഗാനെ കെ ലിയെ, അതായത് ദേശപ്രേം ഫീലിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ രാഷ്ട്രകവി കെ റൂപ് എനിക്ക് ഖ്യാതി സർവവിദിത് ഹെ, ഒരു രാഷ്ട്രകവി എന്നൊരു ഇതിലാണ് ആളെ അറിയപ്പെടുന്നത്. इनकी अधिकांश कृतियों में भारत की धार्मिक, सांस्कृतिक, ऐतिहासिक और राष्ट्रीय चेतना के स्वर हैं. അങ്ങേരുടെ ഏറ്റവും കൂടുതൽ കൃതികളിൽ ഭാരത് കി ധാർമ്മിക്, അതായത് റിലീജിയസ് ആയിട്ടുള്ളത്, സാംസ്കൃതിക് ആയിട്ടുള്ളതും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും और राष्ट्रीय चेतना के स्वर हैं, രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. സാകേത്, ഭാരത് ഭാരതി और പിന്നെ യശോധര ആളുടെ കാവ്യകൃതികളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പോയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യിപ്പിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹിന്ദിയിൽ വരുന്ന മറ്റ് ചില ഗ്രാമർ പോർഷനും ഈ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ചിൽഡ്രൻ കീപ് ലേണിംഗ്. സ്മോൾ ലെസൺസ് എവറി ഡേ will create good results. See you in the next video.